ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അജയ് എന്നാണ്. ഞാൻ PFIN അക്കാഡമിയുടെ ഫൗണ്ടറാണ്. PFIN എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസ്, റിസർച്ച് അങ്ങനെയുള്ള ചെയ്യുന്ന ഒരു അക്കാഡമിയാണ്. ഓക്കെ, നമുക്ക് ഇന്നലെ ഞാൻ കുറച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇന്ന് ട്രേഡ് ചെയ്തത് ആ പ്രീവിയസ് ഡേ, അതായത് 25-ാം തീയതി ക്രിയേറ്റ് ചെയ്ത ക്യാൻഡലിനകത്ത് തന്നെയായിരുന്നു എന്ത് ചെയ്തത് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആയത് ഈ ഒരു സ്വിങ്ങിൻ്റെ അടുത്തായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. സെയിം ക്യാൻഡിലാണ് പാറ്റേൺ ഉണ്ടല്ലേ, ഇതേപോലത്തെ സെയിം ക്യാൻഡിൽ പാറ്റേൺ ആണ് ഇവിടെ ഉണ്ടായത്. സോ ഞാൻ ഇന്നെടുത്ത ട്രേഡ് SL ആണ് എനിക്ക് കിട്ടിയത്. കാരണം ഈ ഒരു സെയിം പാറ്റേൺ ആയതുകൊണ്ട് ഞാൻ താഴത്തേക്ക് വരുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ മാർക്കറ്റിൽ നേരെ ഒരു റിവേഴ്സൽ ഉണ്ടായി. അതേപോലെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തത്. ഓക്കെ, ഇതിന് പ്രൈസ് ആക്ഷൻ എന്ന് പറയാനായിട്ട് നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് പ്രൈസ് ആക്ഷൻ പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ഹൈ മാത്രമേ നമുക്കിവിടെ ക്ലോസ് മുകളിൽ പോയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ ഈ ഒരു ഹൈയുടെ അടുത്ത് വന്നിട്ട് നമുക്ക് ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കുന്ന ഒരു പാറ്റേണിൽ നമുക്കിവിടെ കണ്ടിട്ടില്ല. സോ ഞാൻ സ്റ്റിൽ വിചാരിച്ചത് മാർക്കറ്റ് ബെയറിഷ് തന്നെയാണെന്നാണ്. പക്ഷേ മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് തന്ന ശേഷം അവിടെ വെച്ച് കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലൊന്ന് പോയി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ഹൈ മൊമെൻറ്റം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു മൊമെൻറ്റം വന്നതുകൊണ്ട് നമുക്ക് ആ ഒരു മൊമെൻറ്റം നമുക്ക് ഇതിലെ നിഫ്റ്റിയിലും കാണാനായിട്ട് സാധിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ, പക്ഷേ ഈ കേസുകളെല്ലാം റെയർ ആയിട്ടുള്ള കേസുകളാണ്. നമ്മൾ ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇൻസൈഡ് ഓപ്പൺ ചെയ്ത എല്ലാ ക്യാൻഡിലുകളും താഴെ ഇട്ട് വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അല്ലേ, ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ബെയറിഷ് ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് എവിടെ ഓപ്പൺ ആയത്? ഇൻ ബിറ്റ്വീൻ ആണ് ഓപ്പൺ ആയിരിക്കണം അല്ലേ. മാർക്കറ്റ് ഓപ്പൺ ആയത് ഇൻ ബിറ്റ്വീൻ ആണ്. അത് ക്ലോസ് ആയിരിക്കുന്നത് എവിടെയാണ്? താഴെയാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രേഡ് ലോജിക്ക് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് SL ആണ് കിട്ടിയത്. വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഇന്ന് പോസ്റ്റ് മാർക്കറ്റായിട്ടുള്ള ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. നാളെ മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ നമ്മൾ മുകളിലേക്ക് പോകും. താഴെ ഓപ്പൺ ആവുകയാണെങ്കിൽ നമ്മൾ മുകളിലേക്ക് പോകും. ഇൻ ബിറ്റ്വീൻ ഓപ്പൺ ആവുകയാണെങ്കിൽ നമ്മൾ ഷോർട്ടാണ് ചെയ്യുക. ഓക്കെ.